മോളെ, അച്ഛൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ കൂട്ടിയാ കൂടില്ല. നീ മഹേഷ് മോനോട് ഒന്ന് ചോദിച്ചു നോക്കൂ. ഒന്നില്ലെങ്കിലും നിന്റെ അനിയത്തിയല്ലേ, അവളുടെ കല്യാണത്തിന് വേണ്ടിയാകുമ്പോൾ സഹായിക്കാതെ ഇരിക്കില്ല. പുക അടുപ്പിൽ ഊതുന്നതിനിടയിൽ ആയമ്മ രേവതിയോട് അവരുടെ നിസ്സഹായാവസ്ഥ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. വരാതെ ഇരിക്കില്ലല്ലോ. മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചയച്ച നിസ്സഹായയായ മൂത്ത മകളുടെ അവസ്ഥയാണ് അവൾക്കിപ്പോൾ. അത് ഞാൻ അമ്മേ ചോദിച്ചു നോക്കാം. ഒരു ചെറിയ മറുപടിയിൽ ഉത്തരം ഒതുക്കിക്കൊണ്ട് കൺമണി മോളുടെ കൈപിടിച്ച് അവൾ ഉമ്മറത്തേക്ക് ചെല്ലുമ്പോൾ വീട്ടിലേക്ക് തിരികെ പോകാനുള്ള തത്രപ്പാടിൽ മുള്ളിലിരിക്കുകയാണ് മഹേഷ്. അവൻ്റെ മുൻപിലുള്ള ചെറിയ ടീപ്പോയിൽ ഇപ്പോഴും 4-5 ഗ്ലാസുകളും അതുപോലെ അതിഥികൾക്ക് വേണ്ടി നിരത്തിവെച്ച പലഹാരപാത്രങ്ങളും ഉണ്ട്. ഇന്നായിരുന്നു രേവതിയുടെ ഇളയ സഹോദരി ആതിരയുടെ പെണ്ണ് കാണൽ. ഏറെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് മഹേഷ് ഇന്ന് അവൾക്കൊപ്പം ഇങ്ങോട്ട് വന്നത് തന്നെ. രേവതിയുടെ വീട്ടിലെ എന്ത് കാര്യമാണെങ്കിലും വരാൻ അയാൾക്ക് മടിയാണ്. പോകാം, ചെന്നിട്ട് എനിക്ക് ഒരുപാട് ജോലി ബാക്കിയുള്ളതാണ്. വാക്കുകൾ തീരുന്നതിന് മുൻപ് തന്നെ അയാൾ കാറിൽ കയറി കഴിഞ്ഞിരുന്നു. പോട്ടെ മോളെ. ആതിരയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവളുടെ കണ്ണുകളിലെ പ്രത്യാശ തെല്ലൊന്നുമല്ല രേവതിയെ വിഷമിപ്പിച്ചത്. കാറിൽ കയറി ഒരു നിമിഷം പുറകോട്ട് നോക്കുമ്പോൾ ഭൂതകാലത്തിൽ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ നെഞ്ചിലൊരു ഭാരമായി തങ്ങി നിന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു അവൾ. റബ്ബർ വെട്ടാൻ പോയിട്ടാണെങ്കിലും കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും അവളെ പഠിപ്പിക്കാൻ അച്ഛന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഡിഗ്രിയും PGയും കഴിഞ്ഞ് ഒരു ടീച്ചർ ആവണം എന്നുള്ള മോഹത്തിൽ ബിഎഡിന് അപേക്ഷിക്കാൻ നിൽക്കുന്ന സമയത്താണ് അമ്മാവൻ ബാങ്ക് ഉദ്യോഗസ്ഥനായ മഹേഷിന്റെ ആലോചനയും കൊണ്ടുവരുന്നത്. ഇളയ പെൺകുട്ടിക്കും കല്യാണപ്രായമായി വരുന്നു. കല്യാണപ്രായമായ 2 പെൺകുട്ടികൾ പുരനിറഞ്ഞു നിന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവരെ ഒരുമിച്ച് വിവാഹം കഴിപ്പിച്ചു വിടണമെങ്കിൽ എടുക്കേണ്ട സാമ്പത്തിക ബാധ്യതകളുടെയും കണക്കുകൾ പറഞ്ഞ അമ്മാവൻ അച്ഛൻ്റെ മനസ്സിൽ ആദ്യ കയറ്റി. അച്ഛൻ മാത്രമല്ല അമ്മയും അതൊരു പേടി സ്വപ്നമായി കണ്ടു തുടങ്ങി. മുൻപോട്ട് പഠിക്കണം, ഒരു ജോലി വാങ്ങണം, അച്ഛനെയും അമ്മയെയും അനിയത്തിയെയും താങ്ങി നിർത്തണം എന്നുള്ള അവളുടെ മോഹങ്ങൾക്ക് ഒരു മഞ്ഞച്ചരടിൽ ബന്ധനം തീർത്തവർ. കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ, ജോലിക്ക് പോകാമല്ലോ എന്നുള്ള സ്ഥിരം പല്ലവി അവിടെ ഉയർന്നു കേട്ടു. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഉദരത്തിൽ നാമ്പിട്ട കുരുന്ന ജീവൻ അവൾക്ക് അവിടെയും അമ്മ എന്ന ബന്ധനത്താൽ വിലങ്ങു തീർത്തു. പിന്നെ അങ്ങോട്ട് 1 രൂപയ്ക്ക് പോലും മഹേഷിന്റെ മുൻപിൽ കൈ നീട്ടേണ്ട അവസ്ഥയിലുള്ള ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. എത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു ജോലിയോ വരുമാനമോ ഇല്ലെങ്കിൽ ഒരു ഭാര്യയെ എവിടെയൊക്കെ താഴ്ത്തിക്കെട്ടാമോ അവിടെയെല്ലാം പരമാവധി താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് മഹേഷ്. അച്ഛൻ്റെയും അമ്മയുടെയും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിഞ്ഞു വീട്ടിലേക്ക് ഒരു 100 രൂപ പോലും കൊടുക്കാൻ അവകാശമില്ലാത്തവൾക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ കഴിയും? അല്ലെങ്കിൽ സഹായിക്കണമെന്ന് മഹേഷിനോട് എങ്ങനെ പറയാൻ കഴിയും? അയാളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? മുൻപോട്ട് പോകുന്തോറും രേവതിയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു വന്നു. അവളെ പഠിപ്പിക്കാനും അവളെ വിവാഹം കഴിച്ച് അയക്കാനും വേണ്ടിയാണ് അച്ഛൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെയും ചെലവഴിച്ചത്. അതുകൊണ്ട് തന്നെ താഴെയുള്ള ആൾക്ക് വേണ്ടി ഒന്നും തന്നെ കരുതി കൂട്ടി വെച്ചിട്ടില്ല എന്ന സത്യവും അവൾക്കറിയാം. മഹേഷേട്ടാ, അമ്മ ഒരു കൂട്ടം കാര്യം പറഞ്ഞിരുന്നു. രണ്ടും കൽപ്പിച്ചവൾ മഹേഷിനോട് കാറിലിരുന്നുകൊണ്ട് തന്നെ പറയുമ്പോൾ അവൻ അവളെ പുരുക ഉയർത്തി നോക്കി. എന്താണ്? അത് പിന്നെ ആതിരയുടെ വിവാഹത്തിന് എന്തെങ്കിലും ഒരു സഹായം. കൂടുതലൊന്നും വേണ്ട, നമ്മളായിട്ട് എന്തെങ്കിലും കൊടുക്കുമല്ലോ. അങ്ങനെയാണല്ലോ. അപ്പോൾ കുറച്ച് കാശായിട്ട് കൂടുതൽ എന്തെങ്കിലും കൂടി കൊടുത്താൽ അത് അച്ഛന് ഉപകാരമായിരുന്നു. മഹേഷിനോട് ചോദിക്കാനുള്ള മടിയോ ഭയമോ എന്തെല്ലാമോ അവളെ പുറകോട്ട് പിൻവലിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ധൈര്യപൂർവ്വം അവൾ അത് ചോദിക്കുമ്പോൾ സഡൻ ബ്രേക്കിട്ട് ആ കാർ അവിടെ തന്നെ നിർത്തിയവൻ. ആ നിമിഷം രേവതി കുഞ്ഞിനെയും കൊണ്ട് ഒന്ന് മുന്നോട്ടാഞ്ഞു. അവളുടെ ഉള്ളിൽ ഭയമാണിപ്പോൾ. നീ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. എത്ര രൂപ കൂടുതൽ കൊടുക്കണമെന്നാണ് നീ ഉദ്ദേശിക്കുന്നത്? അവൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ രേവതി അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം അവൾക്കില്ല. മുഖത്ത് നോക്കാതെ തന്നെയാണ് അവൾ മറുപടി പറഞ്ഞത്. 1 പവൻ്റെ വളയെങ്കിലും കൊടുക്കണ്ടേ? എൻ്റെ അനിയത്തിയായി പോയില്ലേ അവള്? പിന്നെ ഒരു 25,000. രേവതി വാക്കുകൾ പൂർത്തിയാക്കാതെ അവന് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ മഹേഷ് ഉറക്കെ ചിരിച്ചു. 25,000 രൂപയും 1 പവനും! നിനക്കിതെന്നോട് പറയാൻ എങ്ങനെ തോന്നി? 1 പവനൊക്കെ ഇപ്പോൾ എത്ര വിലയാണെന്ന് അറിയില്ലേ? അതറിയാം, പക്ഷേ അതെങ്കിലും കൊടുത്തില്ല എങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതിൽ കൂടുതൽ തന്നെ കൊടുക്കണമെന്ന് രേവതിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവനോട് പറയുന്നതിന് അവൾക്ക് പരിമിതികളേറെയാണ്. 1 പവൻ ശരി, കൊടുക്കാം. പക്ഷെ നിന്റെ അച്ഛൻ കല്യാണക്കൂട്ടരോട് പറഞ്ഞത് 25 പവനാണ്.
ബാക്കി 24 പവൻ നിന്റെ അച്ഛൻ എവിടെ നിന്ന് ഒപ്പിക്കും? നിനക്ക് അത്രയും തന്നപ്പോൾ തന്നെ നിന്റെ അച്ഛൻ കടത്തിൻ്റെ മുകളിൽ കടം നിറഞ്ഞ അവസ്ഥയിലാണ്. പോരാത്തതിന് വീടിൻ്റെ ആധാരം എൻ്റെ ബാങ്കിലും. പിന്നെ എങ്ങനെ ഇത്രയും കൊടുക്കും? അത് മാത്രമല്ലല്ലോ, ഒരു കല്യാണത്തിന് കുറഞ്ഞത് 2-3 ലക്ഷം രൂപയുടെ അല്ലാത്ത ചെലവില്ലേ? ഉണ്ട്. രേവതി തല പതുക്കെ കുലുക്കുമ്പോൾ മഹേഷ് കാറ് മുൻപോട്ടെടുത്തു കഴിഞ്ഞിരുന്നു. അവൾക്കായി മറുപടിയൊന്നും അവൻ കൊടുത്തില്ല. പകരം നേരെ കാറ് ചെല്ലുന്നത് അവൻ്റെ ബാങ്കിൻ്റെ മുമ്പിലേക്കാണ്. 5 മണിയാകാൻ ഇനിയും 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പോൾ വരാം. അവളെയും കുഞ്ഞിനെയും കാറിലിരുത്തിക്കൊണ്ട് അവൻ അകത്തേക്ക് പോകുമ്പോൾ കണ്ണുകൾ പതുക്കെ അടച്ചവൾ ആ നിമിഷം ആ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന മിഴുനീർ ഒന്നും അറിയാതെ കൺമണി പതുക്കെ തുടച്ചു കൊടുത്തു. ആ നിമിഷം ആ കുഞ്ഞിനെ മുറുകെ പിടിക്കുമ്പോൾ 6-ാമത്തെ വയസ്സിൽ തൻ്റെ കൈകളിലേക്ക് അമ്മ പെറ്റിട്ട് തന്ന കുഞ്ഞനിയത്തിയുടെ മുഖം ആയിരുന്നു അവളുടെ മനസ്സിൽ. പോകാം. തിരിച്ചു വന്നവൻ ഒരു കവർ അവളുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തുകൊണ്ട് വന്നതുപോലെ തന്നെ തിരികെ കാറിലേക്ക് എത്തുമ്പോൾ അവൾ കവറിലേക്കും പിന്നെ അവനെയും നോക്കി. നിന്റെ വീട്ടിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. മഹേഷ് പറയുമ്പോൾ അവൾ ഒന്നും മനസ്സിലാകാതെ കവറിൽ മുറുകെ പിടിക്കുമ്പോൾ അതിലൊരു ബോക്സ് കയ്യിൽ തടഞ്ഞു. പെട്ടെന്ന് തന്നെ അതിലേക്ക് നോക്കുമ്പോൾ അവളുടെ അച്ഛൻ ചോര നീരാക്കി അവൾക്ക് കൊടുത്ത 25 പവനും ഒപ്പം അവൻ അവൾക്ക് വാങ്ങി നൽകിയ ഉൾപ്പെടെ ഒരു 35 പവന്റെ ആഭരണമാണതിൽ. മഹേഷിന്റെ ബാങ്ക് ലോക്കറിൽ അവൻ തന്നെ വെച്ചതാണത്. ഇത് വിശ്വാസം വരാതെ രേവതി കണ്ണുകൾ തള്ളി അവനെ നോക്കുമ്പോൾ മഹേഷിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. നിന്റെ അനിയത്തി അല്ല, നമ്മുടെ അനിയത്തിക്ക് തന്നെ. ഞാനൊരു പിശുക്കനാണെന്ന് നീ എപ്പോഴും എന്നോട് പറയും. പിശുക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിന്റെ കാര്യത്തിലും നമ്മുടെ മോളുടെ കാര്യത്തിലും എൻ്റെ കാര്യത്തിലും മാത്രമാണ്. നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും അനിയത്തിയുടെയും കാര്യത്തിൽ ഞാൻ പിശുക്ക് കാണിച്ചിട്ടില്ല. നിനക്കൊരു ജോലിയില്ല എന്ന് കരുതി അവർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ മാസവും ആതിരയുടെ പഠിത്തത്തിനും വീട്ടു ആവശ്യത്തിനും അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു തുക ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരുന്നു. നിന്റെ അടുത്ത് പിശുക്ക് കാണിക്കുന്നത് കൊണ്ട് നിന്നോട് ഈ കാര്യമൊന്നും തുറന്നു പറയണ്ട എന്ന് ഞാനാണ് അച്ഛനോട് പറഞ്ഞത്. മഹേഷ് പറയുമ്പോൾ അവനെ മനസ്സിലാക്കിയതിൽ ഇത്രയും നാൾ തനിക്ക് പറ്റിയ തെറ്റോർത്ത് രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്തായാലും പിശുക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു 4 വർഷം മുമ്പാണ്, നിന്നെ കെട്ടുമ്പോൾ. അന്ന് ഞാനൊരു അച്ഛൻ കൂടി ആവുകയായിരുന്നു ആതിരയ്ക്ക്. മഹേഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു രേവതി. മഹേഷേട്ടാ, അന്ന് നിന്റെ അച്ഛൻ്റെ കണ്ണുനീർ നീ പോകുന്നതോർത്തുകായിരുന്നില്ല. പകരം ഇനിയൊരു പെൺകുഞ്ഞു കൂടിയുണ്ട്, അവളെ ഒരാളുടെ കയ്യിൽ എങ്ങനെ പിടിച്ചേൽപ്പിക്കുമെന്ന് ഓർത്തായിരുന്നു. അത് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട, നല്ലൊരു മനുഷ്യനായാൽ മാത്രം മതി. അതുകൊണ്ടാണ് പിറ്റേന്ന് തന്നെ അച്ഛൻ തന്ന അത്രയും ആഭരണങ്ങൾ ലോക്കറിലേക്ക് ഞാൻ മാറ്റിയത്. അത് അവൾക്ക് വേണ്ടിയായിരുന്നു. പിന്നെ നീ എപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ചോദ്യം, എന്തിനാണ് എടുത്തു തരുന്ന ആഭരണങ്ങളൊന്നും ഇടാൻ പോലും സമ്മതിക്കാതെ ബാങ്കിലേക്ക് മാറ്റുന്നതെന്ന്. അതൊന്നും നിനക്ക് വേണ്ടി മേടിച്ചതല്ല, നമ്മുടെ കുഞ്ഞനിയത്തിക്ക് വേണ്ടി മേടിച്ചതാണ്. പിശുക്ക് മേടിച്ചു വെച്ചതുകൊണ്ട് ഇന്ന് അവളെ നമുക്ക് നല്ല അന്തസ്സായിട്ട് കെട്ടിച്ചു വിടാൻ പറ്റും. പിന്നെ നമ്മുടെ മോള് വളർന്ന് വലുതാകുമ്പോഴേക്കും ഇതുപോലെ നമുക്ക് അവൾക്ക് വേണ്ടിയും കരുതി വെക്കാൻ കഴിയും. പിന്നെ ഇത് ഞാൻ അവൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ? പെട്ടെന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അവനൊരു അത്ഭുതമായി മാറിയതുകൊണ്ട് അവൾ പെട്ടെന്ന് ഒന്ന് ഞെട്ടി. ഹേയ് ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാ പിന്നെ ഒന്ന് ചിരിച്ചേ. അവൻ പറയുമ്പോൾ അവൾ ആ ആഭരണപ്പെട്ടിയും കൺമണിയെയും ചേർത്ത് പിടിച്ച് ചിരിക്കുമ്പോൾ മഹേഷ് ചെറിയ പുഞ്ചിരിയോടെ രേവതിയുടെ വീട്ടിലേക്ക് വണ്ടി വിട്ടുകഴിഞ്ഞു.